അഭിലാഷ, ഇപ്പോഴും ഈ ഒരു പ്രതിഷേധങ്ങൾ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഈ ആശുപത്രി പരിസരത്ത് ഉണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ ആവശ്യമായ മതിയായ രീതിയിലുള്ള ഒരു പരിശോധന ഇവിടെ ലഭ്യമാക്കിയിരുന്നില്ല എന്നാണ് പറയുന്നത്. വളരെ പെട്ടെന്ന് പരിശോധനകൾ അവസാനിപ്പിച്ചു. ഇന്ന് തന്നെ ജയിലിലേക്ക് കൊണ്ടുപോകണമെന്നൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചു എന്നെല്ലാമാണ് ഇവർ ആരോപിക്കുന്നത്. അതിൽ പ്രകോപിതരായിക്കൊണ്ട് തന്നെയാണ് ഈ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്ന കുറേ പേർ ഈ വാഹനം തടയാൻ, പോലീസ് വാഹനം തടയാൻ അടക്കമുള്ള കാര്യങ്ങളിൽ ശ്രമം നടത്തിയതെന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഭാഗത്തു നിന്ന് ആളുകളെല്ലാം തന്നെ ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലും ചിലർ അവശേഷിക്കുന്നു. അവർ പ്രധാനമായിട്ട് തന്നെ പറയുന്നത് ഈ മുറിയിൽ ഇവിടെ കൊണ്ടുവന്നാണ് ഇരുത്തിയത്. അവിടെ ഒരു സൗകര്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നതാണ് അവർ പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ വെളിച്ചം വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഈ ഇരുട്ടുമുറിയായിരുന്നു, നേരത്തെ ഇവിടെ മതിയായ സൗകര്യം നൽകിയില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെയും ഇവിടെ കൂടുതൽ പരിശോധനകൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരം പരിശോധനകൾ ലഭ്യമാക്കിയില്ല. തിരക്കിട്ട രീതിയിൽ പരിശോധനകൾ നടത്തി തിരക്കിട്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് ഇവർക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് ഇന്ന് തന്നെ കൊണ്ടുപോകണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചു. മതിയായ രീതിയിലുള്ള പരിശോധനകൾ ലഭ്യമാക്കിയിരുന്നില്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങളുമായിട്ടാണ് ഇവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ പോലീസ് വാഹനമടക്കം തടയുന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ വന്നിരുന്നത്. പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പോലീസ് വാഹനം തടയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കുറേ പേർ പോലീസ് വാഹനം തടയാൻ ശ്രമിച്ചു. പിന്നെ പോലീസ് അവരെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തതിന് ശേഷമാണ് വാഹനം മുന്നോട്ടെടുത്ത് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ട് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് പോകുന്നത്. അത്യന്തം നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ദിവസവും പോകുന്നത്. ഇന്നലെ വളരെ നാടകീയമായി പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ അതേപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ പോലീസ് ഇവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടി വരുന്നു. ഇവിടെ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നവരുടെ ഒരു ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധമുണ്ടാകുന്നു. പോലീസ് ജീപ്പ് തന്നെ തടയാൻ ശ്രമിക്കുന്നു എന്നതാണ്. പോലീസ് ജീപ്പിന് തന്നെ അതിന് മുന്നിൽ തന്നെ ബലമായി ആളുകൾ കൂടുന്നു. പിന്നീട് പോലീസ് അവരെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തതിന് ശേഷം മാത്രമാണ് പോലീസ് വാഹനം മുന്നോട്ടെടുക്കാൻ പോലും കഴിഞ്ഞത്. അങ്ങനെ തികച്ചും നാടകീയമായ രീതിയിൽ തന്നെയാണ് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത്. അഭിലാഷ്, ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അല്പസമയം മുമ്പാണ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോയത്. ആ സമയത്ത് ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നവരുടെ വലിയ ആൾക്കൂട്ടം ഉണ്ടാവുകയും അവർ വാഹനമടക്കം തടയുകയും ചെയ്യുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. ഇരുട്ടുമുറിയിലടക്കം ബോബി ചെമ്മണ്ണൂരിനെ ഇരുത്തി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ആൾക്കൂട്ടങ്ങൾ അദ്ദേഹത്തിന്റെ അനുയായികളായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. ആ ആൾക്കൂട്ടങ്ങൾക്കപ്പുറത്ത് പോലീസിനെ തടയുന്ന മറ്റൊരു ജനതയെയും നമുക്ക് കാണാനും സാധിച്ചിരുന്നില്ല. പോലീസ് വാഹനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് വാഹനം തടയാൻ ശ്രമിക്കുന്ന അനുകൂലികളെ അടക്കമാണ് നമ്മൾ കണ്ടത്. കോടതിയുടെ നിർദ്ദേശപ്രകാരം ആണ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. വൈദ്യപരിശോധന അടക്കം നടത്തിയിട്ടാണ് ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. പക്ഷേ അനുകൂലികൾ അത്തരത്തിലല്ല. അവർ വാഹനമടക്കം തടയുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. പോലീസ് വാഹനം തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ബോബി ചെമ്മണ്ണൂരുമായി പുറപ്പെട്ട പോലീസ് വാഹനമടക്കം തടഞ്ഞു നിർത്തിയുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. പിന്നീട് അവരെ തള്ളിമാറ്റിക്കൊണ്ട് പോലീസ് ബോബി ചെമ്മണ്ണൂരുമായി കാക്കനാട് ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. നേരത്തെ ഇത്തരത്തിൽ തന്നെയുള്ള വാദമായിരുന്നു ബോബി ചെമ്മണ്ണൂരിന് എതിരെ പ്രോസിക്യൂഷനും ഉന്നയിച്ചത്. വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. ഒരുപക്ഷെ പരാതിക്കാരെ അപായപ്പെടുത്താൻ പോലും മടിയുണ്ടാകില്ല എന്ന് വാദം ഉന്നയിക്കുന്ന സാഹചര്യം. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി പ്രവർത്തിക്കാൻ, പണം ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനിക്കാൻ, അതിന്റെ ബലത്തിൽ ഏത് തരത്തിലുള്ള ഉപദ്രവം നടത്താൻ ആളുകളുണ്ട് എന്ന വാദം തന്നെയായിരുന്നു കോടതിയിലും ഉയർത്തിയത്. അതിന്റെ ചിത്രം തന്നെ, അതിന്റെ പ്രതിഫലനം തന്നെയാണ് മിനിറ്റുകൾക്കകം നമുക്ക് ആശുപത്രിക്ക് പുറത്ത് കാണാൻ സാധിച്ചത്. ബോബി ചെമ്മണ്ണൂരുമായി ജയിലിലേക്ക് പോയ വാഹനം തടഞ്ഞു നിർത്തുന്ന അനുയായികളെ അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. ഡാനി, എന്താ